ഉക്രൈനിലേക്ക് കൂടുതൽ സൈനികരെ വിന്യസിക്കും എന്ന് ബ്രിട്ടൻ പറഞ്ഞതിന് തൊട്ടു പിന്നാലെ അവിടേക്ക് കൂർക്കകളെ വിന്യസിക്കാൻ ഒരു നീക്കം നടത്തുകയാണ് ബ്രിട്ടൻ. പീരങ്കിപ്പടയിലെ സൈനികരുടെ പുതിയ ഒരു റെജിമെൻറ്റ്, കൂർക്കകൾക്ക് വേണ്ടിയിട്ടൊരു സൈനിക റെജിമെൻറ്റ് തന്നെ രൂപീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കൂർക്കകളെക്കുറിച്ച് നമുക്കറിയാം, നേപ്പാൾ വേരുകളുള്ള, നേപ്പാളിൻ്റെ സ്വത്വം എന്ന് പറയുന്ന പോരാട്ട വീര്യമുള്ളവരാണ് കൂർക്കകൾ. ഈ കൂർക്കകൾ നിലവിൽ ബ്രിട്ടീഷ് സേനയുടെ ഭാഗമാണ്. അത് വിപുലീകരിച്ച് 4000 പേരുള്ള ഒരു വലിയ സൈനിക യൂണിറ്റാക്കി വിപുലപ്പെടുത്തുകയുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. ബ്രിട്ടീഷ് പ്രതിരോധ മന്ത്രി ജോൺ ഹീലി ഇതിനുള്ള ഉത്തരവും നൽകിക്കഴിഞ്ഞിരിക്കുന്നു. ഏതായാലും കൂർക്കകളെ ഇത്തരത്തിൽ യുദ്ധഭൂമിയിലേക്ക് വിടുന്നതിൽ നേപ്പാളിൽ വലിയ പ്രതിഷേധവും അലയടിക്കുന്നുണ്ട്. കാരണം തങ്ങളുടെ ആളുകളെ ബ്രിട്ടൻ കൊലയ്ക്ക് കൊടുക്കാനായി യുക്രൈനിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ കൂർക്കകൾ പണ്ട് മുതൽ തന്നെ ബ്രിട്ടീഷ് സേനയുടെ ഭാഗമാണ്. നിലവിൽ 500 പേരടങ്ങുന്ന ഒരു യൂണിറ്റ് അവർക്ക് നിലവിലുണ്ട്. ഏതായാലും ഈ കൂർക്കകളുടെ പോരാട്ട വീര്യവും ഒപ്പം തന്നെ മലനിരകൾ കടന്നു ചെന്ന് ആക്രമിക്കാനുള്ള കഴിവുമൊക്കെയാണ് ബ്രിട്ടീഷ് സേനയെ ഈ കൂർക്കകളെ കൂടുതലായി റിക്രൂട്ട് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്ന ഒരു ഘടകം. ഏതായാലും ഇതിൽ നേപ്പാളിൽ ഒരു ഭാഗത്ത് പ്രതിഷേധം ഉയരുമ്പോൾ ബ്രിട്ടൻ ഇതിലൊന്നും കുലുക്കമില്ലാതെ തന്നെ കൂർക്കകളെ സംഘടിപ്പിച്ചുകൊണ്ട് കൂർഖ റെജിമെൻറ്റുമായിട്ട് ഉക്രൈനിലേക്ക് നീങ്ങുകയാണ്. ഏതായാലും താൽക്കാലികമായ ഒരു വെടിനിർത്തലിൻ്റെ അലയൊലികൾ റഷ്യ ഉക്രൈൻ യുദ്ധത്തിനിടയിൽ ഉയരുമ്പോഴും വീണ്ടും ഒരു യുദ്ധത്തിൻ്റെ സാധ്യതകൾ തുറന്നിട്ടുകൊണ്ടാണ് പുതിയതായിട്ടുള്ള ബ്രിട്ടൻ്റെ നീക്കവും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.